Today we discuss a problem related to psychometric chart. നമ്മൾ സൈക്കോമെട്രിക് ചാർട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. ഇനി നമ്മൾ ആ സൈക്കോമെട്രിക് ചാർട്ട് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ ഒരു പ്രോബ്ലം ചെയ്യാം എന്നുള്ളതാണ് നോക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: ഫോർ എ സാമ്പിൾ ഓഫ് എയർ ഹാവിംഗ് 22 degrees Celsius dry bulb temperature, relative humidity 30%, at barometric pressure of 760 mm of Hg. Then calculate vapor pressure, humidity ratio, enthalpy, dew point temperature, wet bulb temperature, specific volume. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എയർ തന്നിട്ടുണ്ട്. അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് 22 degrees Celsius ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും 30% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയാണ്. ദെൻ പി ബി വാല്യൂ തന്നിട്ടുണ്ട് 760 mm ഓഫ് Hg. നമുക്ക് 6 കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ട കാര്യം, ഈ 22 degrees Celsius ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും 30% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള പോയിൻ്റ് സൈക്കോമെട്രിക് ചാർട്ടിൽ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എനിവേ ഗിവൺ ഡേറ്റ് എഴുതി. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ 22 degrees Celsius, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 30%, ദെൻ ബാരോമെട്രിക് പ്രഷർ പി ബി വാല്യൂ 760 mm ഓഫ് Hg. പിന്നെ ടു ഫൈൻഡ് എന്തൊക്കെയാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഇനി നമ്മൾ ആദ്യം സൈക്കോമെട്രിക് ചാർട്ടിൽ ഈ പോയിൻ്റ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം. അപ്പോൾ ഞാനിത് ഒരു ചെറിയ ആക്ച്വൽ സൈക്കോമെട്രിക് ചാർട്ടല്ല, ഒരു റെപ്രസെൻറ്റേഷനാണിത് സൈക്കോമെട്രിക് ചാർട്ടിൻ്റെ. അപ്പോൾ ആദ്യം പോയിൻ്റ് എ മാർക്ക് ചെയ്യണം. പോയിൻ്റ് എന്ന് പറയുമ്പം നമുക്ക് തന്നിരിക്കുന്നത് 22 degrees Celsius ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. സോ ആ 22 ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. ആ ലൈൻ വന്ന് 30% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള കർവിൽ വന്ന് മുട്ടുന്നു. അപ്പോൾ നമുക്ക് ആ പോയിൻ്റ് കിട്ടി. പോയിൻ്റ് അതിനെ ഞാൻ എ എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ ഈ പോയിൻ്റാണ് നമ്മുടെ തന്നിരിക്കുന്ന ആ മോയിസ്ചറിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കാണാൻ ഈ പോയിൻ്റ് എയിൽ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. അത് വന്ന് ഈ വെർട്ടിക്കൽ ആക്സിസ് അല്ലെങ്കിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ലൈനിൽ വന്ന് മീറ്റ് ചെയ്യുന്നു. ആ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് പോയിൻ്റ് സി. അപ്പോൾ ആ വാല്യൂ, സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയുടെ വാല്യൂ എത്രയാണോ അത് നമുക്ക് ഡയറക്റ്റ് കിട്ടും. ഇനി അതുപോലെ തന്നെ ഈ എ എന്ന പോയിൻ്റിൽ നിന്ന് ഞാനൊരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. അത് വന്ന് വേപ്പർ പ്രഷർ സ്കെയിലിൽ വന്ന് മുട്ടുന്നു. ആ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് പോയിൻ്റ് ബി. അപ്പോൾ അവിടുന്ന് വേപ്പർ പ്രഷറിൻ്റെ വാല്യൂ കിട്ടുന്നു. ഇനി അതുപോലെ തന്നെ എ എന്ന പോയിൻ്റിൽ നിന്ന് ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് അത് സാറ്റുറേഷൻ കർവിൽ വന്ന് മുട്ടുന്നു. ആ പോയിൻ്റാണ് ഡി. ദെൻ ഇവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കുന്നു. ആ ടെമ്പറേച്ചർ കാണിക്കുന്നത് എന്തായിരിക്കും? ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ ആയിരിക്കും. ഇനി ഈ എ എന്ന പോയിൻ്റിൽ നിന്ന് ഞാൻ ഈ കാണുന്ന ഒരു ഇൻക്ലൈൻഡ് ലൈൻ, ഈ ഇൻക്ലൈൻഡ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് സ്പെസിഫിക് വോളിയം എത്രയാണ് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ദെൻ അതുപോലെ തന്നെ ഈ എയിൽ നിന്ന് ഒരു ഇൻക്ലൈൻഡ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് വെറ്റ് ബൾബ് ടെമ്പറേച്ചറും അതുപോലെ തന്നെ എൻതാൽപ്പി എത്രയാണെന്ന് നോക്കുന്നു. അതായത് ഇവിടുന്ന് ഒരു ഇൻക്ലൈൻഡ് ലൈൻ ഇങ്ങനെ പോകുന്നു. ആ ലൈൻ സാറ്റുറേഷൻ കർവിൽ വന്ന് മീറ്റ് ചെയ്യുന്നു. ആ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് പോയിൻ്റ് എഫ്. അപ്പോൾ ആ പോയിൻറ്റിലെ വെറ്റ് ബൾബ് എത്രയാണെന്ന് നോക്കുന്നു. ദെൻ എഗെയിൻ ആ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അത് വന്ന് എൻതാൽപ്പി സ്കെയിലിൽ വന്ന് മീറ്റ് ചെയ്യുന്നു. ആ മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ് പോയിൻ്റ് ഇ. അപ്പോൾ ആ മീറ്റ് ചെയ്യുന്ന പോയിൻ്റിൽ നിന്ന് നമുക്ക് എൻതാൽപ്പി എത്രയാണെന്ന് കിട്ടുന്നു. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം. ഇനി നമ്മൾ ഇതിന് ആക്ച്വൽ സൈക്കോമെട്രിക് ചാർട്ട് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദ ഇനീഷ്യൽ കണ്ടീഷൻ ഓഫ് എയർ ഈസ് 22 degrees Celsius dry bulb temperature, 30% relative humidity, and is marked on the psychometric chart at point A. From point A, draw horizontal line meeting the vapor pressure line at point B and humidity ratio line at point C. Humidity ratio അല്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, humidity ratio. അപ്പോൾ പോയിൻ്റ് എയിൽ നിന്ന് ഞാനൊരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് അത് വേപ്പർ പ്രഷർ ലൈനിൽ വന്ന് അല്ലെങ്കിൽ വേപ്പർ പ്രഷർ സ്കെയിലിൽ വന്ന് മീറ്റ് ചെയ്യുന്നു. ആ പോയിൻ്റ് ബി ആണ്. അതുപോലെ തന്നെ എയിൽ നിന്ന് ഒരു ലൈൻ ഹൊറിസോണ്ടൽ ലൈൻ വരച്ച് ഹ്യൂമിഡിറ്റി റേഷ്യോ അല്ലെങ്കിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ലൈനിൽ വന്ന് മീറ്റ് ചെയ്യുന്നു. ആ പോയിൻ്റാണ് സി. അപ്പോൾ പോയിൻ്റ് ബിയും
പോയിൻ്റ് സിയും മാർക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്താ കിട്ടുന്നത്? പോയിൻ്റ് ബി മാർക്ക് ചെയ്യുന്നതിലൂടെ പി വി വാല്യൂ കിട്ടുന്നു. പോയിൻ്റ് സി മാർക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ഡബ്ല്യു എന്ന സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയും കിട്ടുന്നു. അപ്പോൾ അതാണ് നമ്മൾ ബിയും സിയും മാർക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് കിട്ടുന്നു? വേപ്പർ പ്രഷർ കിട്ടുന്നു. അതുപോലെ തന്നെ നമുക്ക് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കിട്ടുന്നു. ഇനി ഒരു കാര്യം കൂടെയുണ്ട്. ഈ പോയിൻ്റ് എയിൽ നിന്നൊരു ലൈൻ വരച്ച് അത് സാച്ചുറേഷൻ കർവിൽ മീറ്റ് ചെയ്യുന്നു. ആ പോയിൻ്റാണ് പോയിൻ്റ് ഡി. അപ്പോൾ ആ പോയിൻ്റ് ഡിയിലെ ടെമ്പറേച്ചർ ഒന്നുകിൽ അവിടുന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചിട്ട് ഡ്രൈ ബൾബ് എത്രയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ ആ പോയിൻ്റ് ഡിയിലെ തന്നെ വെറ്റ് ബൾബ് എത്രയാണെന്ന് നോക്കാം. ആ കിട്ടുന്ന ടെമ്പറേച്ചർ എന്താണോ അതാണ് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. അപ്പോൾ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ അവിടുന്ന് ഡയറക്റ്റ് കിട്ടും. ഇനി അതുപോലെ തന്നെ ഫ്രം എ ഡ്രോ എ ലൈൻ പാരലൽ ടു ദ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈൻ മീറ്റിംഗ് ദ എൻതാൽപ്പി ലൈൻ അറ്റ് പോയിൻ്റ് ഇ ഗെറ്റ്സ്. അപ്പോൾ പോയിൻ്റ് എയിൽ നിന്ന് നമ്മൾ ഈ കാണുന്ന എ ഇ എന്ന ലൈൻ വരയ്ക്കുന്നു. അപ്പോൾ ആ ലൈനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? എൻതാൽപ്പിയും കിട്ടും, അതുപോലെ വെറ്റ് ബൾബും കിട്ടും. അപ്പോൾ നമ്മൾ സൈക്കോമെട്രിക് ചാർട്ടിൽ അത് ഇനി കാണിക്കുകയാണ്. നമുക്ക് 22 ഡിഗ്രി സെൽഷ്യസ് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു. കാരണം നമുക്ക് 22 ഡിഗ്രി സെൽഷ്യസും അതുപോലെ തന്നെ 30% റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയാണ്. ഇനി ഈ 22 ഡിഗ്രി സെൽഷ്യസ് വെർട്ടിക്കൽ ലൈൻ 30% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻ ഇതാണ്. 30% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻ കണ്ടോ? ആ 30% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈനും അതുപോലെ 22 ഡിഗ്രി സെൽഷ്യസ് ലൈനും തമ്മിൽ മീറ്റ് ചെയ്യുന്ന ആ പോയിൻ്റാണ് പോയിൻ്റ് എ. പോയിൻ്റ് എ നമുക്ക് കിട്ടി. ഇനി ആ പോയിൻ്റ് എയിൽ നിന്ന് ഞാൻ ഈ കാണുന്ന രീതിയിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. അത് വന്ന് നമ്മുടെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ലൈനിൽ വന്ന് മീറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ആ പോയിൻ്റാണ് പോയിൻ്റ് സി. അപ്പോൾ നമുക്ക് എത്രയാണോ ആ വാല്യൂ കിട്ടുന്നു. ഇതുപോലെ തന്നെ നമ്മൾ പോയിൻ്റ് എയിൽ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നു. ആ ഹൊറിസോണ്ടൽ ലൈൻ ഡിയിലും ബിയിലും വന്ന് മീറ്റ് ചെയ്യുന്നു. ഡി എന്ന് പറയുമ്പോൾ സാറ്റുറേഷൻ കർവിൻ്റെ അവിടെ വന്ന് മീറ്റ് ചെയ്യുന്നു. ബി എന്ന് പറയുമ്പോൾ നമ്മുടെ വേപ്പർ പ്രഷർ സ്കെയിലിൽ വന്ന് മീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഡിയിലെ ടെമ്പറേച്ചർ എത്രയാണോ അത് സൂചിപ്പിക്കുന്നത് ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ. ഈ ബിയിലെ വാല്യൂ എന്താണോ സൂചിപ്പിക്കുന്നത് അതെന്ന് പറയുന്നത് പി വി വാല്യൂ ആണ്. അപ്പം നമുക്ക് ഡിയിലെ ടെമ്പറേച്ചർ കിട്ടാൻ ഒന്നെങ്കിൽ ഇവിടുന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ച് നോക്കാം. അതിൻ്റെ ആവശ്യമില്ല, കാരണം ഇവിടെ എഴുതിയിട്ടുണ്ട് ഓൾറെഡി -5, 10, 5, 10 ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഏകദേശം വാല്യൂ എത്രയാണെന്ന് നമുക്ക് ഡയറക്റ്റ് ഈ ഡിയിലെ വെറ്റ് ബൾബിൽ നിന്ന് മനസ്സിലാകും. കാരണം ഡിയിൽ വെറ്റ് ബൾബും ഡ്രൈ ബൾബും ഡ്യൂ പോയിൻറ്റും ഈക്വലാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? സി എന്ന അവിടുത്തെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കിട്ടി, ഡിയിലെ ഡ്യൂ പോയിൻ്റ് കിട്ടി, ബിയിലെ വേപ്പർ പ്രഷർ കിട്ടി. ഇനി നമ്മൾ എ നോക്കുകയാണ്. എ എന്ന് പറയുന്ന പോയിൻ്റ് 2 സ്പെസിഫിക് വോളിയം ലൈൻ ഇടയ്ക്കാണ്. പോയിൻ്റ് 84 എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് വോളിയം പോകുന്നുണ്ട്. ദെൻ പോയിൻ്റ് 86 ആണെന്ന് തോന്നുന്നു, പോയിൻ്റ് 86 എന്ന് പറയുന്ന സ്പെസിഫിക് വോളിയം ലൈൻ പോകുന്നുണ്ട്. ഈ 2 ലൈനും ഇടയ്ക്കാണ് നമ്മുടെ പോയിൻ്റ്. പക്ഷേ പോയിൻ്റ് കൂടുതലും ചേർന്നിരിക്കുന്നത് പോയിൻ്റ് 84 എന്ന് പറയുന്ന സ്പെസിഫിക് വോളിയം ലൈനോട് ചേർന്നാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല നമ്മുടെ പോയിന്റിൽ കൂടെ ഒരു സ്പെസിഫിക് വോളിയം ലൈൻ പോകുന്നുമില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഏകദേശം ഒരു അസംഷൻ എടുക്കണം സ്പെസിഫിക് വോളിയത്തിൻ്റെ കേസിൽ. ഇനി നമ്മൾ അടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ പോയിൻ്റ് എയിൽ തന്നെ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈൻ പോകുന്നുണ്ട്. ആ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈൻ കാണുന്ന ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈൻ പോകുന്നു. ആ ലൈൻ വന്ന് സാച്ചുറേഷൻ കർവിൽ വന്ന് മുട്ടുന്ന പോയിൻ്റാണ് എഫ്. ദെൻ അവിടുത്തെ വെറ്റ് ബൾബ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വെറ്റ് ബൾബ് കിട്ടും. കാരണം ഇത് 10 ആണ്, 11, 12, 13, 14, 15. അപ്പോൾ ഏകദേശം ഒരു 12 ആയിരിക്കാം, അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടെ കൂടുതലായിരിക്കാം വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ പോയിന്റിൽ കൂടെ തന്നെ ഡയറക്റ്റ് ഒരു ഇൻക്ലൈൻഡ് ലൈൻ പോകുന്നുണ്ട് എങ്കിൽ നമുക്ക് എളുപ്പമൊന്ന് വാല്യൂസ് കണ്ടെത്താം. ഇനി അങ്ങനെ പോകുന്നില്ല എങ്കിൽ നമ്മൾ നേരത്തെ സ്പെസിഫിക് വോളിയത്തിൽ ചെയ്ത പോലെ തന്നെ ഒന്നുകിൽ അസ്യൂം ചെയ്യാം, അതല്ല എങ്കിൽ ഈ കാണുന്ന രീതിയിൽ 2 ലൈൻ, ഇവിടെ ഒരു ഇൻക്ലൈൻഡ് ലൈൻ ഉണ്ട്, ഇവിടെ മറ്റൊരു ഇൻക്ലൈൻഡ് ലൈൻ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്കെയിൽ ഏകദേശം ആ ഇൻക്ലൈൻഡ് ലൈന് പാരലായിട്ട് വെച്ചുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ എനിവേ ഈ എയിൽ നിന്ന് നമ്മളൊരു ലൈൻ അങ്ങ് വരയ്ക്കുക. ആ ലൈൻ വരയ്ക്കുമ്പോൾ അത് നമ്മുടെ വെറ്റ് ബൾബ്, കോൺസ്റ്റൻറ്റ് വെറ്റ് ബൾബ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് എൻതാൽപ്പി ലൈന് പാരലായിരിക്കണം.
ഒരു ലൈൻ ഇങ്ങനെ അങ്ങ് വരയ്ക്കുന്നു, അത് വന്ന് സാച്ചുറേഷൻ കർവിൽ ഒന്ന് മുട്ടുന്നു, എന്നിട്ട് അവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കുന്നു, ആ ടെമ്പറേച്ചറാണ് വെറ്റ് ബൾബ്. അതുപോലെ ആ ലൈനെ എക്സ്റ്റെൻഡ് ചെയ്ത് എൻതാൽപ്പി സ്കെയിലിൽ കൊണ്ട് മുട്ടിക്കുന്നു, എന്നിട്ട് എത്രയാണ് ആ എൻതാൽപ്പി വാല്യൂ എന്ന് നോക്കുന്നു. ഈ രീതിയിൽ നമുക്കിനി കിട്ടാനായി ഒന്നുമില്ല. സ്പെസിഫിക് വോളിയം കിട്ടി, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കിട്ടി, ഡ്രൈ ബൾബ് കിട്ടി, ഡ്രൈ ബൾബ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്, വെറ്റ് ബൾബ് കിട്ടി, എൻതാൽപ്പി കിട്ടി, ഡ്യൂ പോയിൻ്റ് കിട്ടി, അതുപോലെ തന്നെ വേപ്പർ പ്രഷർ കിട്ടി. അപ്പോൾ ഇതാണ് സൈക്കോമെട്രിക് ചാർട്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചാൽ ബാക്കി എല്ലാ പാരാമീറ്റേഴ്സും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. ദെൻ വാല്യൂസ് നമുക്ക് ഡയറക്റ്റ് കിട്ടും, കാൽക്കുലേഷൻ്റെ ആവശ്യമില്ലാതെ. അപ്പോൾ വേപ്പർ പ്രഷർ നമുക്ക് 5.94 mm of Hg എന്ന് സൈക്കോമെട്രിക് ചാർട്ടിൽ നിന്ന് കിട്ടി. കാരണം ഇവിടെയെല്ലാം mm of Hg ആണുള്ളത്. ദെൻ നമ്മളത് ഇൻറ്റു 133.3 ചെയ്തു, അതിനെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റി, ദെൻ അതിനെ ബാറിലേക്ക് മാറ്റി. ദെൻ W വാല്യൂ ഡയറക്റ്റ് കിട്ടും, കാരണം W വാല്യൂ എന്ന് പറയുന്നത് ഈ പോയിൻ്റാണ് C. അപ്പോൾ അവിടുത്തെ എത്രയാണ് വാല്യൂ എന്ന് നമ്മൾ നോക്കുക, അത് ഡയറക്റ്റ് കിട്ടി 0.005 കിലോഗ്രാം പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ ആണ് യൂണിറ്റ്. ഇവിടെ കിലോ ജൂൾ എന്നാണ്, അത് പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്, കിലോ ജൂൾ അല്ല, കിലോഗ്രാം പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ ആണ്. ദെൻ എൻതാൽപ്പി വാല്യൂ, ആ എൻതാൽപ്പി വാല്യൂ എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ഇയിലെ എൻതാൽപ്പി വാല്യൂ ആണ്, അതും കിട്ടി 34.8 കിലോ ജൂൾ പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ. ദെൻ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്ന പോയിൻ്റ് ഡി ആണ്. എപ്പോഴും ഡ്യൂ പോയിൻ്റ് എന്ന് പറയുമ്പോൾ ഓർത്തോണം, നമ്മൾ ആ പോയിൻ്റ് ആദ്യം ലൊക്കേറ്റ് ചെയ്യുന്നു, അവിടുന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വന്ന് വരയ്ക്കുന്നു, ആ ഹൊറിസോണ്ടൽ ലൈൻ സാച്ചുറേഷൻ കർവിൽ വന്ന് മീറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ വെറ്റ് ബൾബ് അല്ലെങ്കിൽ അവിടുത്തെ ഡ്രൈ ബൾബ് എത്രയാണോ അതാണ് ഡ്യൂ പോയിൻ്റ്. ഇപ്പോൾ ഡ്യൂ പോയിൻ്റ് ടെമ്പറേച്ചർ ഡയറക്റ്റ് കിട്ടി 4 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ നമ്മളെ 22 ഡിഗ്രി സെൽഷ്യസ് 30% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഉള്ള ഈ എയറിനകത്തെ വാട്ടർ വേപ്പറിനെ കണ്ടൻസ് ചെയ്യാൻ 4 ഡിഗ്രി സെൽഷ്യസിലേക്ക് നമുക്ക് ആ എയറിനെ കൂള് ചെയ്താൽ മാത്രമേ അതിനകത്തുള്ള വാട്ടർ വേപ്പർ കണ്ടൻസ് ആകത്തുള്ളൂ. ഇനി വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ട് ലൈൻ വരയ്ക്കുന്നു, അത് സാച്ചുറേഷൻ കർവിൽ വന്ന് മുട്ടുന്നു, ആ മുട്ടുന്ന പോയിന്റിലെ ടെമ്പറേച്ചർ എന്താണോ അല്ലെങ്കിൽ അവിടുത്തെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്താണോ ആ വാല്യൂ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 12.2 ഡിഗ്രി സെൽഷ്യസ്. ഇനി സ്പെസിഫിക് വോളിയം കണ്ടോ 0.843 ആണ്. നമ്മൾ സ്പെസിഫിക് വോളിയം 0.84നും 0.84 എന്ന ലൈനും 0.86 എന്ന് പറയുന്ന ലൈനും ഇടയ്ക്കാണ്. നടുക്കായിരുന്നെങ്കിൽ 0.85 എന്ന് പറയാമായിരുന്നു. പക്ഷേ ഇവിടെ 0.84നോട് ചേർന്നായതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു വാല്യൂ എന്ന രീതിയിൽ 0.843 എടുക്കുന്നു. ഇത്രയും മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം ഓഫ് ഡ്രൈ എയർ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് കിട്ടി. സാധാരണ PV നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ യൂസ് ചെയ്യണം. അതുപോലെ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി അല്ലെങ്കിൽ ഹ്യൂമിഡിറ്റി റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ ഇക്വേഷൻ യൂസ് ചെയ്യണം. ഇവിടെ അതൊന്നും ആവശ്യമില്ലാതെ ഡയറക്റ്റ് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അതാണ് സൈക്കോമെട്രിക് ചാർട്ടിൻ്റെ ഇമ്പോർട്ടൻസ്. പിന്നെ അങ്ങോട്ട് ഈ ഒരു മോഡ്യൂൾ മുഴുവൻ സൈക്കോമെട്രിക് ചാർട്ട് യൂസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ വാല്യൂസ് കണ്ടെത്തുക. ദെൻ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിഫറൻറ്റ് സൈക്കോമെട്രിക് പ്രോസസ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് പഠിക്കാം. താങ്ക് യു.